ഫെഡറൽ ബാങ്കും സ്കാപ്പിയ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് പുറത്തിറക്കിയ ഒരു ക്രെഡിറ്റ് കാർഡായിരുന്നു സ്കാപ്പിയ കാർഡ്. ലൈഫ് ടൈം ഫ്രീ കാർഡായിരുന്നു. പ്രത്യേകിച്ച് ട്രാവലേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്ത കാർഡായിരുന്നു. അതിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 0 Forex ചാർജ്, അതൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ അട്രാക്ഷൻ. പിന്നെ ട്രാവൽ സ്പെൻഡിങ്ങിന് നമുക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ട്രാവൽ പർപ്പസിനായിട്ട് ആണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത്. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സ്കാപ്പിയ കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ സെപ്റ്റംബർ 1 മുതൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം കുറേ അധികം മാറ്റങ്ങൾ ഈ ഒരു കാർഡിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്കാപ്പിയ കാർഡിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ സ്കാപ്പിയ കാർഡിൻ്റെ നിലവിലെ അവസ്ഥ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പേഴ്സണലി ഈ ഒരു കാർഡ് എടുത്തിരുന്നു, അതിനുശേഷം ക്ലോസ് ചെയ്തു. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിരുന്നു, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു സ്കാപ്പിയ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഈ ഒരു സ്കാപ്പിയ കാർഡുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രശ്നം വരുന്നത് 2023 നവംബറിലാണ്. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈ ഒരു കാർഡ് യൂസേഴ്സിൻ്റെ ലിമിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു. 8 ലക്ഷം രൂപ ലിമിറ്റ് ഉണ്ടായത് പെട്ടെന്ന് ഒരു ദിവസം 20,000 രൂപയൊക്കെ ആയിട്ട് മാറി എന്ന തരത്തിൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളിൽ പലരുടെയും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആ ഒരു സമയത്ത് കുറഞ്ഞിട്ടുണ്ടാക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപയുടെ കുറവാണ് സംഭവിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതിൻ്റെ ഒരു റീസൺ നോക്കിക്കഴിഞ്ഞാൽ RBIയുടെ ഒരു മൂവ്മെന്റ് ആയിരുന്നു. RBI ആ ഒരു സമയത്ത് ക്രെഡിറ്റ് കാർഡ് ലോണിൻ്റെ റിസ്ക് വെയിറ്റേജ് കൂട്ടി 25% ആണ് കൂട്ടിയത്. നിലവിൽ 125% ആയിരുന്നു, അത് 150% ആക്കി കൂട്ടി. RBIയുടെ ആ ഒരു നീക്കത്തെ തുടർന്നാണ് ഫെഡറൽ ബാങ്ക് അന്ന് സ്കാപ്പിയ കാർഡ് ഹോൾഡേഴ്സിൻ്റെയൊക്കെ ലിമിറ്റ് കുറച്ചതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ലോൺ നൽകുവാൻ നേരത്ത് ബാങ്ക് ഒരു നിശ്ചിത തുക റിസ്ക് കുറക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാറ്റിവെക്കുന്ന തുക ബാങ്കിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. റിസ്ക് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ ഭൂരിഭാഗവും അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. പ്രത്യേകിച്ച് ഈടൊന്നും വാങ്ങാതെയാണ് ലോൺ നൽകുന്നത്, ക്രെഡിറ്റ് കാർഡ് നൽകുന്നത്. സോ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ വലിയൊരു റിസ്ക് ഉണ്ട്. ഇങ്ങനെ കാർഡ് നൽകിയ ശേഷം അവർ റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് അവിടെ റിസ്ക് വരും. നമുക്കിപ്പോൾ അറിയാം ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിൻ്റെ എണ്ണമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വർദ്ധിക്കുകയാണ്. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഡേറ്റ് കൂടുന്നതിൽ RBIക്ക് ആശങ്കയുണ്ട്. കാരണം പ്രത്യേകിച്ച് കൊളാട്രലൊന്നും വാങ്ങാതെയാണ് ക്രെഡിറ്റ് കാർഡ് വഴി ലോണൊക്കെ ബാങ്കുകൾ നൽകുന്നത്. ബാങ്കുകൾക്ക് അത് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ബാങ്കിനെ ബാധിക്കും. ബാങ്കിനെ ബാധിച്ചാൽ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ എക്കോണമിയെ ബാധിക്കും. ഒരുപക്ഷെ 2008 പോലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. സോ ആ ഒരു സിറ്റുവേഷനിലാണ് RBI ക്രെഡിറ്റ് കാർഡ് ലോണിൻ്റെ റിസ്ക് വെയിറ്റേജ് കൂട്ടിയത്. അതായത് കൂടുതൽ തുക ബാങ്കുകൾ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് നൽകുവാൻ നേരത്ത് മാറ്റിവെക്കേണ്ടതായിട്ട് വരും, റിസ്ക് കുറക്കുന്നതിന് വേണ്ടിയിട്ട്. ആ മാറ്റിവെക്കുന്ന തുക ബാങ്കിന് ഉപയോഗിക്കാനും സാധിക്കില്ല. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തുക ഉപയോഗിക്കാൻ സാധിക്കാതെ മാറ്റിവെക്കുന്നത് അവർക്കത് പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഫെഡറൽ ബാങ്ക് സ്കാപ്പിയ കാർഡ് ഹോൾഡേഴ്സിൻ്റെ ലിമിറ്റ് കുറച്ചതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ റീസൺ നമുക്കറിയാം, സ്കാപ്പിയ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. സ്കാപ്പിയ കാർഡിൽ ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ വലിയ ലിമിറ്റും കാര്യങ്ങളൊക്കെയാണ് കസ്റ്റമേഴ്സിന് നൽകിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ സ്കാപ്പിയ കാർഡിൻ്റെ ലിമിറ്റ് ഫെഡറൽ ബാങ്ക് കുറയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിൽ സ്കാപ്പിയ അത്ര ഹാപ്പിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ട്രാവൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർഡാണ്. നല്ല ലിമിറ്റ് ഉണ്ടായാലേ ആളുകൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, പർപ്പസ്ഫുള്ളി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലിമിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാവൽ പർപ്പസിനായിട്ട് കൂടുതൽ ആളുകൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. 20,000 രൂപ 30,000 രൂപയൊക്കെ ലിമിറ്റ് കൊണ്ട് ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രധാനമായിട്ടും ഇത് ട്രാവൽ ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്ത് ഇറക്കിയ ഒരു കാർഡായിരുന്നു. അപ്പോൾ സ്കാപ്പിയ ടെക്നോളജീസിന് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. എന്നാൽ അവർ പാർട്ട്ണർഷിപ്പിൽ എത്തിയിരിക്കുന്നത് ഫെഡറൽ ബാങ്കുമായിട്ടായിരുന്നു. വേറെ ബാങ്കുമായിട്ട് ടൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ആദ്യം വന്നൊരു പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നത് 2024 മാർച്ച് 13 അന്ന് RBI ഫെഡറൽ ബാങ്കിനെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിനെയും കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്നും വിലക്കി. സോ അന്ന് മുതൽ ഫെഡറൽ ബാങ്കിന് ഈ ഒരു സ്കാപ്പിയ കാർഡ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം സ്കാപ്പിയ കാർഡിന് പുതിയതായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. അന്ന് ആ ഒരു പ്രശ്നം വരുന്നതിന് മുൻപ് കാർഡ് എടുത്തവർക്ക് തുടർന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ കാർഡ് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇതിപ്പോൾ സ്കാപ്പിയ കാർഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഫെഡറൽ ബാങ്കിന് വൺ കാർഡ് ഒന്നും തന്നെ ഇപ്പോൾ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നിലവിൽ RBI കണ്ടെത്തിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫെഡറൽ ബാങ്ക് പരിഹരിച്ചു. അവർ ഈ ഒരു റെസ്ട്രിക്ഷൻ മാറ്റാനായിട്ട് RBIയെ സമീപിക്കാനായിട്ട് പോകുന്നു എന്നാണ് ഈയിടക്ക് വന്നൊരു ന്യൂസ് റിപ്പോർട്ടിലൂടെ അറിയാനായിട്ട് സാധിച്ചത്. സോ ആ ഒരു റെസ്ട്രിക്ഷൻ മാറ്റിയാൽ മാത്രമേ നമുക്ക് പുതിയ സ്കാപ്പിയ കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നിപ്പോൾ പുതിയ
കുറച്ച് മാറ്റം വരുന്നത് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിലാണ്. ഈ മാറ്റങ്ങൾ വരുന്നത് സെപ്റ്റംബർ 1 മുതലാണ്. മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഈ ഒരു പലിശ നിരക്കിൽ മാറ്റം വരുന്നുണ്ട്. മുൻപ് മന്ത്ലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3.49% ആയിരുന്നു. അത് 3.75% ആയിട്ട് ഉയരും സെപ്റ്റംബർ 1 മുതൽ. പിന്നെ വരുന്ന ചേഞ്ച് ഫ്യൂൽ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ്. നമുക്ക് ഒരു ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. 1% സർചാർജ് വേവർ കിട്ടും അപ് ടു ട്രാൻസാക്ഷൻ എമൗണ്ട് 5000 രൂപ വരെ. ഇങ്ങനെ നമുക്ക് 1 ബില്യൺ സൈക്കിളിൽ മാക്സിമം 500 രൂപ വരെ സർചാർജ് വേവറായിട്ട് നേടാം. പക്ഷേ സർചാർജ് മാത്രമേ വേവ് ചെയ്ത് കിട്ടൂ. അതിൻ്റെ GST ആപ്ലിക്കബിൾ ആണ്. പിന്നെ 50,000 രൂപക്ക് മുകളിൽ നമ്മൾ 1 ബില്യൺ സൈക്കിളിൽ ഫ്യൂലിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ കൺവീനിയൻസ് ഫീസ് വരും. എമൗണ്ടിൻ്റെ 1% പ്ലസ് GST. അതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ ഈടാക്കുന്ന എക്സ്ട്രാ 1% കൺവീനിയൻസ് ഫീസ് ഒരു ട്രാൻസാക്ഷനിൽ മാക്സിമം 3000 രൂപ വരെ ആയിരിക്കും ഈടാക്കുന്നത്, എക്സ്ക്ലൂഡിങ് GST. പിന്നെ ഫ്യൂൽ കാറ്റഗറിയിൽ സ്പെൻഡിങ്ങിന് നമുക്ക് സെപ്റ്റംബർ 1 മുതൽ റിവാർഡ് പോയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുകയില്ല. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ലോഞ്ച് ആക്സസിന്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസ് വരുന്നത് 30 ബില്യൺ സൈക്കിളിൽ 5000 രൂപ നമ്മൾ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മതിയാകും. എന്നാൽ സെപ്റ്റംബർ 1 മുതൽ 30 ബില്യൺ സൈക്കിളിൽ 5000 രൂപക്ക് പകരം 10000 രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസ് കിട്ടുകയുള്ളൂ സെലക്ടഡ് ലോഞ്ചുകളിൽ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. സെപ്റ്റംബർ 1 മുതൽ വരുന്ന ബില്ലിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതിന് മുമ്പ് വരെ 5000 രൂപ എന്ന് പറഞ്ഞ ആ ഒരു സ്പെൻഡിങ് ലിമിറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. പിന്നെ വരുന്നൊരു മാറ്റം യൂട്ടിലിറ്റി അതുപോലെ തന്നെ ടെലികോം കേബിൾ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. നമുക്കൊരു ബില്ലിംഗ് സൈക്കിളിൽ 20,000 രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 10% സ്കാപ്പ് അക്കൗണ്ട് നേടാനായിട്ട് സാധിക്കും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്പെൻഡിങ് ആണെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ഒന്നും തന്നെ കിട്ടുകയുള്ളൂ. പിന്നെ 50,000 രൂപയ്ക്ക് മുകളിൽ ഈ കാറ്റഗറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ കൺവീനിയൻസ് ഫീസ് വരുന്നുണ്ട്. ട്രാൻസാക്ഷൻ എമൗണ്ടിന് 1% പ്ലസ് GST കൺവീനിയൻസ് ഫീസ് ആയിട്ട് ഈടാക്കും. അതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. പെർ ട്രാൻസാക്ഷനിൽ മാക്സിമം 3000 രൂപ വരെ ആയിരിക്കും ഈടാക്കുക. ഈ ഒരു യൂട്ടിലിറ്റി അതുപോലെ തന്നെ ടെലികോം കേബിൾ ട്രാൻസാക്ഷൻ MCC കോഡ് വരുന്നത് 4900 4812 4814 4816 അതുപോലെ തന്നെ 4899 എന്നിവയാണ്. പിന്നെ മറ്റു ചേഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ റെന്റ് പേയ്മെന്റ്, വാലറ്റ് ലോഡ് എന്നിവക്ക് ഒരു കൺവീനിയൻസ് ഫീസ് ആപ്ലിക്കബിൾ ആണ്. ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ 1% പ്ലസ് GST കൺവീനിയൻസ് ഫീസ് ഈടാക്കും. ഒരു ലിമിറ്റ് വരുന്നത് പെർ ട്രാൻസാക്ഷനിൽ മാക്സിമം 3000 രൂപ വരെ ആയിരിക്കും ഈടാക്കുക. പിന്നെ നമ്മൾ സ്കാപ്പിയ കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഗവൺമെന്റ് സർവീസസ് പേയ്മെന്റുകൾക്ക് നമുക്ക് സെപ്റ്റംബർ 1 മുതൽ റിവാർഡ് പോയിന്റ് ആനുകൂല്യം ഒന്നും തന്നെ കിട്ടുകയില്ല. MCC കോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് 9099 അതുപോലെ തന്നെ 9999. പിന്നെ ബിസിനസ് സർവീസസ് പേയ്മെന്റിന് നമുക്ക് സെപ്റ്റംബർ 1 മുതൽ റിവാർഡ് പോയിന്റ് ഒന്നും തന്നെ കിട്ടുകയില്ല. അതിൻ്റെ MCC കോഡ്സ് 7399 7311 7372 7338 എന്നിങ്ങനെ ഈ കാണുന്നതാണ്. സോ ഇതൊക്കെയാണ് സ്കാപ്പിയ കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ സെപ്റ്റംബർ 1 മുതൽ വരുന്ന മാറ്റം. പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടണമെങ്കിൽ 10,000 രൂപ സ്പെൻഡ് ചെയ്യണം. പിന്നെ പലിശ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂട്ടിലിറ്റി പേയ്മെന്റ് അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറിയിൽ റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺവീനിയൻസ് ഫീസ് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. ഈ മാറ്റങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി